കോളേജിൽ ഒരുമിച്ച് പഠിച്ചല്ലേ, ആ പരിചയം വെച്ച് വിളിച്ചു പോയതാ. സോറി. നീ വലിയ കോളേജ് ഹീറോയും പഠിപ്പിസ്റ്റൊക്കെ ആയിരുന്നല്ലോ. എന്താ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ? എല്ലാം CV-യിലുണ്ട്. അവരങ്ങനെ ഒരുമിക്കുന്നതേ നമുക്ക് പാരയാണെന്ന് ഞാൻ എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുള്ളതാ. ഓ അങ്ങനെ. നമുക്ക് പാരയാണെങ്കിൽ ആ പാര വട്ടം ഓടിച്ച് കളയണം. അല്ലമ്മേ, ഈ വീടും പറമ്പൊക്കെ അവൾ എഴുതി തന്നില്ലേ? ഇനി അവളെങ്ങ് വിട്ടൂടെ? അയ്യോ, അങ്ങനെ വിട്ടുകളയാനേ വലിയ മനസ്സൊന്നും എനിക്കില്ല. ആ, അത് ഞാനും ഓർത്തില്ല. അവരങ്ങനെ ഒരുമിക്കാനും അധിക നാളിങ്ങനെ യാത്ര നടത്താനും പാടില്ല. മുളയിലെ ഇതൊക്കെ നുള്ളണം. മനസ്സിലായോ? ഇപ്പൊ എനിക്ക് മനസ്സിലായി. അവക്ക് മാപ്പ് കൊടുക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവള് ഈ ജന്മത്ത് നമ്മളെ ജയിക്കാൻ പാടില്ല. എടാ, അവൾ ഇത്രയും കാലം നമ്മളെ ജയിച്ചതേ ആ രാജു എന്ന ബുദ്ധിമാൻ അവനവളുടെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാ. അവളുടെ തോൽവി തുടങ്ങിയതും സ്വത്തെന്റെ കൈക്കലായതും രാജു എന്ന രക്ഷാകവച ഇല്ലാതായതുകൊണ്ടാ. ഭർത്താവില്ലാതായ അവൾക്കേ അച്ഛന്റെ സപ്പോർട്ടും വേണ്ട. ആ തന്തയും മോളെയും തമ്മിൽ എങ്ങനെയെങ്കിലും തെറ്റിച്ചേ പറ്റൂ. മോളെ, എന്താ അച്ഛാ? നീ എന്താ സൈലന്റ് ആയിട്ടിരിക്കുന്നേ? എന്തിനു വിഷമമുണ്ടോ? ഒന്നുമില്ല അച്ഛാ. എന്റെ മോൾക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ ചെയ്തത് ഒട്ടും ശരിയായില്ല. എല്ലാ അച്ഛനോട് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട? ആ കാര്യം പ്രതാപേട്ടനോട് പറഞ്ഞോ? ഇല്ല ചെറിയമ്മേ, എനിക്ക് കോൺഫിഡൻസ് ഇല്ല. മോളെ, ആരാ വിളിച്ചത്? ചെറിയമ്മ. എന്താ, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല അച്ഛാ. അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ആ, ദൈവമേ. എക്സ്ക്യൂസ് മീ സർ. യെസ്, കം ഇൻ. ഇതിനു മുമ്പ് എവിടെയാ ജോലി ചെയ്തേ? അല്ല, ഇത് ആര്? രാജു വേണുഗോപാലല്ലേ? നീ ഈ കോലത്തിലായോ? സന്ദീപല്ലേ? സന്ദീപല്ല, സന്ദീപ് സാറെന്ന് വിളിക്കേ. സോറി. കോളേജിൽ ഒരുമിച്ച് പഠിച്ചല്ലേ, ആ പരിചയം വെച്ച് വിളിച്ചു പോയതാ. സോറി. നീ വലിയ കോളേജ് ഹീറോയും പഠിപ്പിസ്റ്റൊക്കെ ആയിരുന്നല്ലോ. എന്താ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ? എല്ലാം CV-യിലുണ്ട്. ഞാനതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയില്ല. ഇന്നിവിടെ ഇന്റർവ്യൂ നടക്കുന്ന ദിവസമൊന്നുമല്ല.
പിന്നെ ഒരാൾ ജോലി അന്വേഷിച്ച് വന്നു എന്ന് പിയൂൺ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ബിസി അല്ലാത്തതുകൊണ്ട് മാത്രം വരാൻ പറഞ്ഞതാ. ഞാൻ കോളേജ് വിട്ട ഉടൻ തന്നെ മിനിസ്റ്റർ പ്രതാപവർമ്മ സാറിന്റെ ഓഫീസ് അസിസ്റ്റന്റായി. പിന്നെ സാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റുമായി. ഒടുവിലെന്താ അയാളോടും തന്നെ പിരിച്ചു വിട്ടോ? സാറിപ്പോ മിനിസ്റ്റർ അല്ലല്ലോ, അതുകൊണ്ട് പിരിഞ്ഞതാ. കോളേജിൽ വെച്ചേ സാറന്മാരെല്ലാം കൂടി നിന്നെ പുകഴ്ത്തുന്നുണ്ടായിരുന്നല്ലോ. അന്ന് ഞാൻ കരുതി നീ വല്ല കളക്ടറും ആകുമെന്ന്. നീ പഴയതുപോലെ തന്നെ ഒരുമാതിരി വല്ലാത്ത രൂപവും കെയർലെസ് ആയ ഡ്രസ്സിങ്ങും. ശേ, എന്താ വെച്ചാ? അയാളോട് ഇങ്ങോട്ട് വരാൻ പറയും. ആ ശരി അച്ഛാ. നിന്നെ അച്ഛൻ വിളിക്കുന്നു. എന്റെ അച്ഛനെ പറ്റി കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. തോട്ടത്തിൽ വിശ്വനാഥൻ സാറ്. അങ്ങോട്ട് ചെല്ല്. എക്സ്ക്യൂസ് മീ സർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. വരൂ. താങ്ക് യു സർ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കേട്ടപ്പോഴേ ഞാൻ മിസ്റ്റർ രാജുവിന്റെ CV വായിച്ചു. പ്രതാപവർമ്മയുടെ കൂടെ മീഡിയയിലൊക്കെ വരാറുള്ളതുകൊണ്ടായിരിക്കണം ഞാൻ മിസ്റ്റർ രാജുവിനെ നേരിട്ട് കണ്ടതായിട്ടൊരു ഓർമ്മ. താങ്ക് യു സർ. ഞങ്ങളുടെ കമ്പനി നടത്തുന്ന ബിസിനസ്സുകളെ കുറിച്ചൊക്കെ രാജുവിന് നല്ലോണം അറിയാലോ അല്ലേ? അറിയാം സർ. കേരളത്തെക്കാളും ഞങ്ങളുടെ ബിസിനസ്സും കൺസ്ട്രക്ഷൻസും ഒക്കെ നടത്തുന്നത് മറ്റു രാജ്യങ്ങളിലാണ്, കൂടുതലും UAE-യിലാണ്. രാജുവിന് വിദേശത്ത് ജോലി ചെയ്യുന്നതിൽ താല്പര്യക്കുറവൊന്നും ഇല്ലല്ലോ? ഏയ് ഇല്ല സർ. എവിടെ പോയാലും ജോലി ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, വെരി ഗുഡ്. മിസ്റ്റർ രാജുവിനെ കണ്ടപ്പോഴേ എനിക്ക് എന്തോ ഒരു പ്രത്യേകത തോന്നി. അതാ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. തോട്ടത്തിൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നമ്മൾ ജോലിക്ക് ആളെ എടുക്കുമ്പോൾ ഞങ്ങളുടെ ഒരു 15 days ട്രെയിനിങ് ഉണ്ട്. അത് മുംബൈയിൽ വെച്ചാണ്. ട്രെയിനിങ്ങിൽ ആദ്യം പങ്കെടുക്കണം. അത് കഴിഞ്ഞേ നിങ്ങളെ ഏത് സ്ഥലത്തേക്ക് അയക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുള്ളൂ. ഈ കണ്ടീഷൻസ് ഒക്കെ അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഷുവർ സർ. എങ്കിലും ഓക്കെ, രാജു വയ്ക്കുള്ളൂ. ഐ വിൽ കോൾ യു ഇൻ 2 days. ഓ താങ്ക് യു സർ.